യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ഇറാൻ ഇപ്പോൾ സംശയത്തോടെ നോക്കുകയും പാകിസ്ഥാനെ ഒരു കൈ അകലത്തിൽ നിർത്തിയിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ നിലവിൽ വലിയ രീതിയിലുള്ള അവിശ്വാസം നിലനിൽക്കുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2026 ഉണ്ടായ പ്രത്യേക യുദ്ധ സാഹചര്യങ്ങൾ ഇവിടെ പാകിസ്ഥാൻ വലിയ PR വർക്കൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സന്ദേശവാഹകരായിട്ട് ഹംസമായിട്ട് ഇറാന്റെ അടുത്തേക്ക് പോകുന്നു. ഈ ഹംസത്തിന്റെ ജോലി എന്താണ്? ഒരാൾ കൊടുത്തുവിടുന്ന സാധനം മറ്റൊരിടത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ബ്രോക്കർ ആയിട്ടാണ് ശരിക്കും ഇവിടെ പാകിസ്ഥാൻ പ്രവർത്തിച്ചത്. മധ്യസ്ഥത വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കുമിടയിൽ കൃത്യമായ ചർച്ചകൾ നടത്തി ആരെയും ഫേവർ ചെയ്യാതെ ആ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക എന്നതാണ്. ഇവിടെ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാനല്ല ശ്രമിച്ചത്, അമേരിക്കയുടെ ഹംസമായിട്ട് ബ്രോക്കറായിട്ട് പ്രവർത്തിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഇസ്രയേലും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ ഇറാനിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇറാന് അപകടം മണത്തു. കാരണം ഈ ഇറാന്റെ യുദ്ധ നീക്കങ്ങളെ അല്ലെങ്കിൽ യുദ്ധശ്രമങ്ങളെ പിന്തിരിപ്പിച്ച് ഈ ഒരു ചർച്ചയുടെ പേരിൽ കുറെ സമയം നീട്ടിക്കൊണ്ടുപോയി പിന്നീട് വീണ്ടും ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്ന അമേരിക്കയുടെ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് ഇറാന് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോ ഇറാന്റെ ഭാഗത്ത് നിന്ന്, ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന് അടക്കം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാന്റെ ഈ വിഷയത്തിലെ ഇടപെടലിനെ അവർ സംശയത്തോടെയാണ് കാണുന്നത്. US ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ താല്പര്യങ്ങൾ പാകിസ്ഥാൻ സംരക്ഷിക്കുമോ എന്ന കാര്യത്തിലാണ് ഇറാന് സംശയമുള്ളത്. പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ചർച്ചകൾ ഒരു മറ മാത്രമാണോ എന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ രക്ഷകരായി വന്നിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്ന പണിയാണ് പാകിസ്ഥാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഇത് മാത്രമല്ല, പാകിസ്ഥാന്റെ ഇതിന് പുറകിൽ മറ്റൊരു അജണ്ട കൂടിയുണ്ട്. 80കളിലും 90കളിലും ഉള്ളതുപോലെ അല്ല, ഇന്ന് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാകിസ്ഥാനെ തീറ്റിപ്പോറ്റുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? പ്രത്യേകിച്ച് വളരെ ടെക്നോളജി പരമായിട്ടും എക്കണോമി പരമായിട്ടും നോക്കിയാൽ പാകിസ്ഥാനേക്കാൾ മുന്നിലുള്ള തുർക്കി ആണെങ്കിലും സാമ്പത്തികമായി പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലുള്ള സൗദിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങളാണെങ്കിലും പാകിസ്ഥാനെ റെസ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവ ശക്തിക്ക്. ആണവായുധം പാകിസ്ഥാന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലടക്കം പാകിസ്ഥാൻ ഇത്രയും വലിയ നിലയും വിലയും ഒക്കെ വരുന്നത്. ലോകത്തെ എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്, അവിടെ ഒന്നും കിട്ടാത്ത പ്രാധാന്യം പാകിസ്ഥാന് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ശക്തി എന്ന നിലയിലാണ് പാകിസ്ഥാൻ ഈ ഒരു സവിശേഷമായ സ്ഥാനം എൻജോയ് ചെയ്യുന്നത്. മറ്റൊരു മുസ്ലിം രാജ്യം, പ്രത്യേകിച്ച് അയൽ രാജ്യമായിട്ടുള്ള ഇറാൻ, ആണവായുധം കൈവരിക്കുന്നത് പാകിസ്ഥാന്റെ ഈ പദവി ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ അവർ കരുതുന്നത്. ഇത് തങ്ങളുടെ നയതന്ത്ര മേധാവിത്വം കുറയ്ക്കുകയും ഭാവിയിൽ സാമ്പത്തികമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങളടക്കം ഇല്ലാതാവുകയും ചെയ്യുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. നിലവിൽ പാകിസ്ഥാൻ ആണവായുധമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ രക്ഷകരായിട്ടാണ് സ്വയം അവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, സൗദി അറേബ്യ പോലും പാകിസ്ഥാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയത് ഈ ആണവായുധമൊക്കെ കണ്ടുകൊണ്ടാണ്. അവിടെയാണ് ഈ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ പുറമേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പാകിസ്ഥാനും എതിർക്കുന്നു എന്ന് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ എതിർക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ ഈ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരത് ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൾഫ് രാജ്യങ്ങൾക്കും പാകിസ്ഥാനും അതോടൊപ്പം ഒരു പരിധിവരെ തുർക്കിക്കും ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് താല്പര്യമേ ഇല്ല. കാരണം അവിടെ ഉള്ള സമവാക്യങ്ങൾ, ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിച്ചുകളെയും ഇറാൻ ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പവർ ബാലൻസ് എല്ലാം മാറി മറിയും. പുറമേ ഒരു ഇസ്ലാമിക സാഹോദര്യം പ്രസംഗിക്കുമ്പോഴും ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് പാകിസ്ഥാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. സൈനികമായും നയതന്ത്രപരമായും തങ്ങൾക്കുള്ള പ്രത്യേക പദവി നഷ്ടപ്പെടുമെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ ഇതിന്റെ പുറകിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. 1980കളുടെ അവസാനം മുതൽ 90കളുടെ പകുതി വരെ പാകിസ്ഥാൻ ഇറാന്റെ ആണവ പദ്ധതികളെ സഹായിച്ചിരുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് തങ്ങൾക്ക് അതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. AQ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ആണവ പദ്ധതിയുടെ പിതാവായിട്ടുള്ള AQ ഖാനും അയാളുടെ നെറ്റ്വർക്കുമാണ് ഇതിന്റെ പുറകിലെന്നും പാകിസ്ഥാൻ ഭരണകൂടത്തിന് പങ്കില്ല എന്നുമൊക്കെയായിരുന്നു അവരത് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ സമയത്ത് പാകിസ്ഥാന് പങ്കില്ല എന്ന് പറയുന്നതിനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും പാകിസ്ഥാൻ ഈ ഇറാനെ സഹായിച്ചിട്ടുണ്ട് എന്നത് ഇന്നൊരു രഹസ്യമല്ല, അതൊരു വസ്തുതയാണ്.
AQ ഖാൻ ഒരു ആഗോള ആണവ കരിഞ്ചന്ത തന്നെ നടത്തിയിരുന്നു. പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യയും അതിന്റെ ഡിസൈനുകളും അദ്ദേഹം ഇറാൻ, ലിബിയ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് വിൽക്കുകയുണ്ടായി. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായിട്ടുള്ള P1, P2 സെൻട്രിഫ്യൂജുകളുടെ പ്ലാനുകളാണ് പാകിസ്ഥാൻ ഇറാന് കൈമാറുന്നത്. യന്ത്രഭാഗങ്ങളടക്കം ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും യന്ത്രഭാഗങ്ങളും അടക്കം പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറാന്റെ ശാസ്ത്രജ്ഞർക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യ ഉപദേശങ്ങളെല്ലാം പാക് നെറ്റ്വർക്കാണ് ആ സമയത്ത് നൽകിയത്. പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അന്ന് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഈ ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷെ ഇന്നിപ്പോ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഇന്ന് പാകിസ്ഥാൻ നിലനിൽക്കുന്നത് പിച്ച എടുത്തിട്ടാണെന്നേ, അല്ലെങ്കിൽ നമ്മൾ ഗുണ്ടാപിരിവ് നടത്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ, വിശേഷിച്ച് സമ്പന്ന രാജ്യങ്ങളുടെ പൈസ വാങ്ങിയാണ് നിലനിൽക്കുന്നത്. ആ പാകിസ്ഥാൻ ഇറാൻ കൂടി ആണവായുധം കണ്ടുപിടിക്കണമെന്ന് ഇന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 80കളിലും 90കളിലും അതായിരുന്നില്ല സ്ഥിതി. 2003 ലിബിയ തങ്ങളുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകിയ തെളിവുകളിലാണ് AQ ഖാന്റെ പങ്ക് വെളിപ്പെടുന്നത്. ഇതേ നെറ്റ്വർക്ക് തന്നെയാണ് ഇറാനെയും സഹായിച്ചതെന്നും ഉത്തര കൊറിയയെ സഹായിച്ചതെന്നും അങ്ങനെയാണ് വ്യക്തമാവുന്നത്. വിഷയം വിവാദമായപ്പോൾ പാകിസ്ഥാൻ സർക്കാർ AQ ഖാനെ വീട്ടുതടങ്കലിലൊക്കെ ആക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ അറിവോടെ അല്ല എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പാകിസ്ഥാന്റെ പങ്കില്ലാതെ അതൊന്നും നടക്കില്ല എന്ന് ലോക രാജ്യങ്ങൾക്കൊക്കെ അത് അറിയാം. എന്തായാലും പഴയ ചരിത്രം ഇപ്പോഴും പാകിസ്ഥാൻ ഒരു ഭാരമാണ്. ഒരിക്കൽ രഹസ്യങ്ങൾ ചോർത്തി നൽകിയ രാജ്യം എന്ന നിലയിൽ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴും പാകിസ്ഥാനെ സംശയത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇറാൻ മാത്രമല്ല, അമേരിക്കയും അതുപോലെ ഇസ്രായേലും വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇതിലെ മറ്റൊരു ഭാഗം. പക്ഷെ പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥയിൽ അവരെന്തായാലും ഇറാനെ ആണവായുധം ഉണ്ടാക്കാൻ സഹായിക്കില്ല, മറിച്ച് ഇറാനെ ഒറ്റുകൊടുക്കാനേ ശ്രമിക്കൂ. ഇറാനെ എങ്ങനെയെങ്കിലും ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അമേരിക്കയുടെ പ്രിയപ്പെട്ട ആളായിട്ട് മാറാനായിരിക്കും പാകിസ്ഥാൻ ശ്രമിക്കുക. എൻ്റെ ഫേവറേറ്റ്, എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ നമ്മുടെ അസീം മുനീർ എന്നൊക്കെ ഇടയ്ക്ക് ട്രംപ് പറയും. അപ്പൊ ട്രംപിന് വേണ്ടിയിട്ട് ഇപ്പൊ പണിയെടുക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇറാനെ പാകിസ്ഥാൻ സഹായിക്കില്ല, മറിച്ച് കൂടെ നിന്ന് ചതിക്കും. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഒരു കാര്യം കൂടി പറയാം. എങ്ങനെയാണ് പാകിസ്ഥാന് ഈ പറയുന്ന ആണവായുധം കിട്ടിയത്? അവർ വികസിപ്പിച്ചെടുത്തയാണോ? അല്ലേ അല്ല. ആ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഈ അബ്ദുൾ ഖാദർ ഖാൻ അഥവാ AQ ഖാൻ പൂജ്യത്തിൽ നിന്ന് ആണവായുധം ഉണ്ടാക്കിയ ഒരാളൊന്നുമല്ല. പകരം നല്ല ഒന്നാം തരം കള്ളനായിരുന്നു. കായംകുളം കൊച്ചുണ്ണിയേക്കാൾ വലിയ കള്ളൻ. യൂറോപ്പിൽ നിന്ന് അതീവ രഹസ്യമായിട്ട് ചോർത്തിയെടുത്തു കൊണ്ടുവന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിൽ ആണവായുധത്തെ വികസിപ്പിക്കുന്നത്. ഇൻഡസ്ട്രിയൽ സ്പൈയിങ് എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ഈ AQ ഖാന്റെ കേസ് എന്ന് പറയുന്നത്. 1970കളിൽ AQ ഖാൻ നെതർലൻഡിലെ യുറേൻകോ എന്ന് പറയുന്ന കമ്പനിയിൽ മെറ്റലർജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യായിരുന്നു. യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായിട്ടുള്ള അത്യാധുനികമായ സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. അവിടെ ജോലി ചെയ്തിരുന്നതിനാൽ ഈ യന്ത്രങ്ങളുടെ ബ്ലൂ പ്രിന്റുകളും ഡിസൈനുകളും ഒക്കെ ഇദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. 1974 ഇന്ത്യ പൊഹ്റാൻ 1 ആണവ പരീക്ഷണം നടത്തിയതോടെ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലായി. ഈ സമയത്ത് AQ ഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് കത്തെഴുതുകയാണ്. തനിക്ക് പാകിസ്ഥാനെ ആണവ ശക്തിയാക്കി മാറ്റാൻ സഹായിക്കാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത്. തുടർന്ന് യുറൻകോയിൽ നിന്ന് സെൻട്രിഫ്യൂജുകളുടെ പ്ലാനുകളും അവ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വിതരണക്കാരുടെ പട്ടികയും ഇദ്ദേഹം രഹസ്യമായിട്ട് അടിച്ചു മാറ്റുന്നു. 1975 അദ്ദേഹം ഈ രേഖകളുമായിട്ട് പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നു. തുടർന്ന് എഞ്ചിനീയറിംഗ് റിസർച്ച് ലബോറട്ടറീസ് സ്ഥാപിക്കുന്നു. പിന്നീട് ഇത് ഖാൻ റിസർച്ച് ലബോറട്ടറീസ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ വെച്ച് യൂറോപ്പിൽ നിന്ന് ചോർത്തിയ ഡിസൈനുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുന്നത്. പിന്നീടുള്ള ആണവായുധം വികസിപ്പിക്കാനായിട്ടുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ കിട്ടിയെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ സഹായം ഉണ്ടായെന്നും പറയപ്പെടുന്നുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടൊരു തെളിവ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴില്ല. എന്തായാലും US-ന് പാകിസ്ഥാന്റെ ആണവായുധത്തിന് മേൽ ഒരു നിയന്ത്രണം തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ അടിച്ചു മാറ്റിയ ടെക്നോളജി കൊണ്ടുവന്ന് പാകിസ്ഥാൻ ആണവായുധം നിർമ്മിച്ചു. അതിനുശേഷം AQ ഖാൻ നെറ്റ്വർക്ക് ആവശ്യമുള്ളവർക്ക് വലിയ പൈസ വാങ്ങിയിട്ട് ഇത് കച്ചവടം ചെയ്തു കരിഞ്ചന്തയിൽ. അങ്ങനെയാണ് ഇറാനും ഉത്തര കൊറിയയ്ക്കുമൊക്കെ ആണവായുധത്തിന്റെ ബാലപാഠങ്ങൾ ലഭ്യമാവുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് അവർ വലിയ കാലം റിസർച്ച് നടത്തിയിട്ട്
പതിറ്റാണ്ടുകളുടെ ശ്രമം കൊണ്ടാണ് അവർ ആണവായുധം വികസിപ്പിച്ചെടുത്തത് എന്നത് വേറെ കാര്യം. ഇപ്പോ ഇറാൻ അത്തരത്തിൽ ആണവായുധം വികസിപ്പിക്കുന്നതിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 60 മുതൽ 70% വരെ യുറേനിയം എൻറിച്ച് പൂർത്തിയാക്കാനായിട്ട് ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അത് 90% എത്തിക്കഴിഞ്ഞാൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ കഴിയും. ഏകദേശം 9 ആറ്റം ബോംബുകൾ ഉണ്ടാക്കാനുള്ള ഒരു യുറേനിയം എൻറിച്ച് ചെയ്ത യുറേനിയം ഇറാന്റെ കൈവശം ഉണ്ട് എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അപ്പോ ഈ തരത്തിൽ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ AQ ഖാന്റെ കാലഘട്ടത്തിൽ ടെക്നോളജിയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇന്ന് പക്ഷെ പാകിസ്ഥാൻ എടുത്തുകൊണ്ടിരിക്കുന്ന പണി ഇറാനെ പിന്നിൽ നിന്ന് കുത്താനുള്ള പണിയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി വിടുവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. കാരണം അങ്ങനെ ചെയ്താൽ അമേരിക്കയിൽ നിന്ന് പൈസ കിട്ടും, സൗദിയിൽ നിന്ന് പൈസ കിട്ടും. ഇറാൻ ആണവായുധം വികസിപ്പിക്കുകയാണെങ്കിൽ സൗദി സമ്മർദ്ദത്തിലാവും. അപ്പൊ ഇവിടെ ശരിക്കും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇറാൻ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് കേരളത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇവിടത്തെ ചർച്ചകൾ ഇസ്രയേലിനെ അമേരിക്കയും കുറ്റപ്പെടുത്തുന്നതിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇറാൻ ആണവായുധം കണ്ടുപിടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഗൾഫിൽ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ്. അവരാണ് അമേരിക്കയോട് നിങ്ങൾ ഈ യുദ്ധം നിർത്തി പോകരുത്, ഇവിടെ എല്ലാം അവസാനിപ്പിക്കണം, ഇറാനെ ഇതോടെ തീർക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൗദിയും അല്ലെങ്കിൽ പാകിസ്ഥാനും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യം, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ പതനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, അതിനായിട്ട് കാത്തിരിക്കുന്നവരാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.